This podcast is powered by Arun Ice Creams. ഹായ് എവ്രി വൺ, വെൽക്കം ടു സിലക്സ് മീഡിയ. ഇന്ന് നമ്മുടെ ഈ സമൂഹം ഏറ്റവും കൂടുതൽ തേടി നടക്കുന്ന ഒരു സാധനമുണ്ട്, ഹാപ്പിനെസ്. ഇന്നത്തെ ഈ പോഡ്കാസ്റ്റ് ഹാപ്പിനെസ്സിനെ കുറിച്ചാണ്. ഇന്ന് നമ്മളുടെ കൂടെ സലീന BBS എന്ന് പറയുന്ന നമ്മുടെ ഫൗണ്ടറിങ് ഡയറക്ടർ ഓഫ് നില സ്കൂൾ ഓഫ് ഹാപ്പിനെസ് നമ്മളുടെ കൂടെയുണ്ട്. ഷീ ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് എക്സ്പേർട്ട് ഇൻ ദിസ് ടോപ്പിക്. ഫോർ ദ റീസൺ ഷീ ഹാസ് ബീൻ മെൻറ്ററിങ്, കൗൺസിലിംഗ് ആൻഡ് ഹാവിങ് എ ലോട്ട് ഓഫ് exposure to the world of happiness. So let's move on with the conversation and see what happiness mean to us and how we are going to find happiness. Madam, happiness എന്ന് പറഞ്ഞാൽ മാഡത്തിന് എന്താണ്? Thank you, my dear Indu. First of all, beautiful smile welcomes me, and a very nice introduction. And I'm so blessed today because your question is, what is happiness? I'm blessed now in the present moment. That is happiness now. Okay? And happiness means that it is not having a pure definition, but we can speak like this in a very different way, academically and practically, experimentally, in very, very, very different manner. And in my own perspective, happiness is be in the present. Now I'm grateful because I'm sitting with you. A very amazing, beloved girl is speaking to me. So this is my happiness now. In a broad aura, what we can speak happiness is that ലിറ്റിൽ തിങ്സ് ആർ ദെയർ അല്ലേ. നമ്മൾക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ എപ്പോഴും ഉണ്ടാവില്ലേ. നമ്മൾ ചിലപ്പോൾ യാത്രയിൽ പോകുമ്പോൾ, ഈവൻ യു ആർ ഡ്രൈവിങ് എ കാർ, കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ ലിറ്റിൽ ടൈം ദ ലാസ്റ്റ് വീക്ക് ഐ മെറ്റ് വിത്ത്, ഐ ക്യാൻ ഡിഫൈൻ വിത്ത് എ കേസ് സ്റ്റഡി. നമ്മൾ കാർ പാർക്ക് ചെയ്യണ സമയത്ത് ചെറിയൊരു നായ്ക്കുട്ടി, ഓക്കെ, ഇങ്ങനെ ആ നായ്ക്കുട്ടിയുടെ അമ്മേൻ്റെ തലയിൽ കയറി കിടന്ന് മറിയുവാണ്. ഓക്കെ, ഷോർട്ട് ടൈമിൽ നമ്മളിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ നോക്കുന്ന സമയത്ത് വിൽ ഫീൽ വെരി ഹാപ്പി ബിക്കോസ് അവർക്കാർക്കും വേറെ തോട്ട്സ് ഉണ്ടാവില്ല. ഗാസ യുദ്ധത്തെക്കുറിച്ച് അവർ ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടാവില്ല. നമ്മുടെ നാട്ടിലുള്ള വലിയ പ്രശ്നങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടാവില്ല. ആ കുട്ടിക്ക് അപ്പോഴുള്ളത് അമ്മേൻ്റെ അടുത്ത് നിന്ന് എങ്ങനെയെങ്കിലും കുറച്ച് പാൽ കുടിക്കുക, എങ്ങനെയെങ്കിലും പോവുക. ഈ തൊട്ട് ഞാൻ എൻജോയ് ചെയ്യണമെങ്കിൽ ഞാൻ അവിടെ ഒന്ന് നോക്കണം. സോ ഐ ക്യാൻ സേ ദാറ്റ് ഹാപ്പിനെസ് ഈസ് ഒബ്സർവിങ് the people around you, the matter around you, finding some things in that. That's a perspective. ഒരു മനുഷ്യന് വ്യക്തിപരമായിട്ടുള്ള വീക്ഷണ ബുദ്ധിക്ക് അടിസ്ഥാനമാക്കിയിട്ടാണ് ഹാപ്പിനെസ്സിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഞാൻ പഠിച്ച ഹാപ്പിനെസ് എനിക്കിവിടെ വന്നെന്ന് പറയുമ്പോൾ അത് കേൾക്കുന്ന ആളുകൾക്ക് പലപ്പോഴും ഗ്രാസ്പ് ചെയ്യില്ല. ഇവരെന്താണ് ഈ പറയുന്നത് അല്ലേ. അവർക്കത് ഗ്രാസ്പ് ചെയ്യണമെങ്കിൽ അവരുടെ ബയോയിൽ, അവരുടെ ഇക്കോ സിസ്റ്റത്തിനുള്ളിൽ അവരുടെ ഹാപ്പിനെസ് കണ്ടെത്തുന്നത് എന്തൊക്കെയാണെന്ന് ഞാൻ അറിയണം. ആസ് എ മെൻറ്റർ, ഓക്കെ, ഐ എം ആസ്കിങ് യു വെരി ഡിഫിഡൻ്റ്ലി, എന്താണ് ഇന്ദുവിൻ്റെ ഹാപ്പിനെസ്, ഇന്ദുവിന് ചുറ്റുമെന്നുള്ളത്. ഓഫീസിൽ ഇന്ദുവിൻ്റെ ഹാപ്പിനെസ് നല്ല സുഹൃത്തുക്കളായിരിക്കും, നല്ല കൊളീഗ്സ് ആയിരിക്കും, നല്ല ബോസ് ആയിരിക്കും, നല്ലതോ ചീത്തയോ വാട്ട് എവർ ഇറ്റ് ഈസ്. ആസ് ബൈ യു ഓൾസോ, വീട്ടിൽ ബെറ്റർ ഹാഫ് ചിൽഡ്രൻ ആൻഡ് ആൾ. ദെൻ ഇൻ ദ സോഷ്യൽ സർക്കിൾ യുവർ ഗുഡ് ഫ്രണ്ട്സ് ഇല്ലേ. By eating or maybe sipping a coffee with them, be happiness. It's up to you. So happiness is defined by a person to person, as per their situation to situation, as per their mental health and wellness. Okay. So it's a big part. ഇറ്റ്സ് എ ബ്രോഡർ ടോപ്പിക് എന്ന് മാം ഇപ്പോൾ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഹാപ്പിനെസ് എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് നമ്മൾ സോൾവ് ചെയ്യേണ്ടതാണോ, അതിൻ്റെ പുറകെ പോകേണ്ടതാണോ, നേടിയെടുക്കേണ്ടതാണോ? It's very important and very tough question, Indu. You are very amazing. So I'm very thankful to answer this question also. Fine, because see, നമ്മളൊരു ഇഫ് യു ആസ്ക് മീ നോ, ഫ്രീഡം എങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചാൽ ഫൈറ്റ് ചെയ്തുണ്ടാക്കിയെടുത്തതാണ്, ആരും തന്നതല്ല. അപ്പോൾ നമ്മൾക്ക് ചില സാധനങ്ങൾ ആരും തരില്ല. കാരണം വാല്യുബിൾ ആയിട്ടുള്ള സാധനങ്ങൾ ഒരാൾക്ക് കൊടുക്കില്ല. കൊടുക്കില്ല. അങ്ങനെ കൊടുക്കണമെങ്കിൽ തന്നെയും ചില പ്ലാസൻ്റ് റിലേഷൻഷിപ്പ് ഉണ്ടാവണം, അല്ലെങ്കിൽ ബ്ലഡ് റിലേഷൻഷിപ്പ് ഉണ്ടാവണം. അതർ ദാൻ ദാറ്റ് വെരി മിസ്റ്റിക് റിലേഷൻഷിപ്പ് നീഡ് ടു ബി ദെയർ. Even for example, suppose sunlight, what he is or she is doing. Sun is depending upon he, but I never meant that. It is depending upon he or she. Okay. Moon is depending upon she. No, I never meant on that also. Anyway, ഈ സൂര്യനും ചന്ദ്രനും ഒക്കെ നമുക്ക് ചില സാധനങ്ങൾ തന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ടല്ലേ. ഇവരൊരു ദിവസം തരാതാണെങ്കിൽ എന്താവുമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? നമുക്ക് രാത്രിയിലെ പകലില്ലല്ലോ. ഇന്ന് രാവിലെ ഇവിടെ ഇപ്പം നമ്മൾ ദുബായിലിരുന്ന് സംസാരിക്കുന്നു ഇല്ലേ. ഐ എം ഫ്രം കേരള. ആൻഡ് നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്ത് ഇന്ന് രാവിലെ സൂര്യൻ ഉദിച്ചില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുമായിരുന്നു?
രാവിലെ ഇല്ലല്ലോ പിന്നെ. ഇരുട്ടാവുമായിരുന്നു അല്ലേ? മൊത്തം ഇരുട്ട്, വെളിച്ചമില്ല. അപ്പോൾ ഇപ്പം നമ്മൾക്ക് പ്രകാശത്തെക്കുറിച്ച് പൂർണ്ണമായും മനസ്സിലായത് ആരുള്ളത് കൊണ്ടാണ്? സൂര്യനുള്ളത് കൊണ്ടാണോ ഇരുട്ടില്ലാത്തത് കൊണ്ടാണോ? ഇരുട്ടുള്ളത് കൊണ്ടാണ് വെളിച്ചത്തെ നമ്മൾ അംഗീകരിക്കുന്നതല്ലോ. അപ്പോൾ ഇവിടെ ഇരുട്ടില്ലാത്തത് കൊണ്ടാണ് സൂര്യനെ നമ്മൾക്ക് ഇഷ്ടപ്പെടുന്നതും സൺലൈറ്റ് ഇഷ്ടപ്പെടുന്നതും. ഓക്കെ. എന്ന് പറയുമ്പോൾ ഇന്നവിറ്റബിൾ ആണ് ദ എക്സ്ട്രീം എൻഡുകൾ. റൈറ്റ് ആൻഡ് റോങ് ഇന്നവിറ്റബിൾ ആണ്. ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഇന്നവിറ്റബിൾ ആണ്. ലെഫ്റ്റ് അറിയണമെങ്കിൽ റൈറ്റ് ഉണ്ടാവണം. റോങ് ഉണ്ടെങ്കിൽ റൈറ്റ് തിരിച്ചറിയാൻ പറ്റുള്ളൂ. ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്നൊരു കോമ്പിനേഷൻ ഇല്ല, അതുകൊണ്ട് ഞാൻ അത് പറയുന്നില്ല. ബട്ട് ഓഫ് കോഴ്സ് ഇതെല്ലാം ഒരാളുടെ വീക്ഷണ ബുദ്ധികളാണ്. സോ യു ആർ ടെല്ലിങ് ഇറ്റ് ഇസ് അബൌട്ട് എ ബാലൻസ്. യെസ്, ബാലൻസിങ്. ഓക്കെ. And I answer you, no? Is it correct? The answer is correct. What you feel? മാം പറഞ്ഞ പോലെ തന്നെ ഇറ്റ്സ് എ കോമ്പിനേഷണൽ തിങ്. ഒരു ഫാക്ടറിൽ മാത്രമുള്ളതല്ല, നമുക്ക് പുറകെ നടന്നാൽ കിട്ടണമെന്നുമില്ല. ഇത് നമ്മൾ ഫൈറ്റ് ചെയ്തുണ്ടാക്കുന്നതാണ്. ഇത് ഫൈറ്റ് ചെയ്തുണ്ടാക്കണമെങ്കിൽ നമ്മൾ ആദ്യം നമ്മുടെ ഹാപ്പിനെസ് എവിടെയാണെന്ന് ഫിക്സ് ചെയ്യണം. ഓക്കെ. സോ ദെൻ ഇറ്റ് കംസ് ടു ദ ടോപ്പിക് ഓഫ് സെൽഫ് റിയലൈസേഷൻ. അപ്പം മാം പറയുന്നത് ഹാപ്പിനെസ് ഇസ് എ അറ്റൈനബിൾ എലമെന്റ് ബൈ സെൽഫ്. എങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ മെത്തേഡ്, അല്ലെങ്കിൽ അതെങ്ങനെ നമുക്ക് പെർസ്യൂ ചെയ്യാം? Indu, the methods are very different person to person. ഒരു ജനറൽ പറയുകയാണെങ്കിൽ ഈ ഒരു ഏരിയയിൽ നമ്മൾ കാണുന്ന ഒരു കോമൺ സർക്കിൾ, ഒരു മീഡിയം അല്ലെങ്കിൽ ഒരു മീഡിയോക്കർ ലൈഫ് സ്റ്റൈലിൽ നിൽക്കുന്ന ഒരു ഹ്യൂമൻ സൈക്കിളിനെ എടുക്കുവാണെങ്കിൽ മാമിന് എന്തായിരിക്കും അവരോട് അഡ്രസ് ചെയ്യാനുള്ളത്? ഇന്ദുവിനെ സംബന്ധിക്കുമ്പോഴും എന്നെ സംബന്ധിക്കുന്നത് മാത്രം നമുക്ക് ആദ്യം സംസാരിക്കാം. അത് കോമൺ പീപ്പിളിന് ഓക്കെ ആണെങ്കിൽ അവരത് അക്സെപ്റ്റ് ചെയ്യും അല്ലെങ്കിൽ റിജക്ട് ചെയ്യും. എന്നെ സംബന്ധിക്കുന്നത് ആദ്യം ഞാൻ പറയാം, ബിക്കോസ് എനിക്ക് എന്നെ മാത്രമേ അറിയുള്ളൂ. ഓക്കെ. എൻ്റെ ഇറായിൽ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് മനുഷ്യന്മാരെയാണ്. ഓക്കെ. അത് സ്ട്രേഞ്ചേഴ്സിനെയാണ്. ഓക്കെ. അപ്പോൾ സ്ട്രേഞ്ചേഴ്സിനെ ഞാൻ കാണുന്നത് എൻ്റെ ജോലിക്കനുസരിച്ച് ഐ എം എ മെൻറ്റോർ ആൻഡ് ഹാപ്പിനെസ് കോച്ച്. സോ ഞാൻ അത് കാര്യങ്ങൾ കാണണമെങ്കിൽ എനിക്ക് അയാളെ ഒബ്സർവ് ചെയ്യണം, അല്ലെങ്കിൽ അവരെ ഒബ്സർവ് ചെയ്യണം. ഞാൻ ഏറ്റവും കൂടുതൽ എൻ്റെ സന്തോഷം കണ്ടെത്തുന്നത് എനിക്കറിയാത്ത ആളുകളുടെ കൂട്ടത്തിൽ സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യുമ്പോഴാണ്. അതാണ് എൻ്റെ അടുത്തേക്ക് വരുന്ന ആളുകൾ. ഐ മീൻ മൈ പാഷൻ ഈസ് my profession. Okay. That I find happiness in that. Second one, I'm just universe. Sun and moon is happy to me. Rain is happy to me. Sea is happy to me. Mountain is happy to me. My family is happy to me. Everything is different by a person to person. ഇനി ഈ നാട്ടിൽ ഇതൊന്നും ഇല്ലാതെ, ഞാൻ ഈ പറഞ്ഞതൊന്നും ഇല്ലാതെ ചിലപ്പോൾ ജീവിക്കാൻ വേണ്ടി മാത്രം ജോലി ചെയ്യുകയും ഓക്കെ നാട്ടിൽ പൈസ അയക്കാനും അമ്മയെയും പെങ്ങൾമാരെയും ഭാര്യമാരെയും അല്ലെങ്കിൽ ഭാര്യയെയും, ഐ എം സോറി ടു ആസ്ക് ദ പ്ലൂറൽ നെയിം, ഇറ്റ്സ് കോമൺ പീപ്പിൾ, ആ ഭാര്യയെ നോക്കാനും ഭർത്താക്കന്മാരെ നോക്കാനും കുഞ്ഞുമക്കളെ നോക്കാനും രോഗത്തിൽ കിടക്കുന്ന ആൾക്കാരെ നോക്കാനൊക്കെ ഉള്ളവരുടെ ഇടയിൽ ഇങ്ങനൊരു പോഡ്കാസ്റ്റ് പോകുമ്പോൾ ഇതൊക്കെ എന്ത് ഇലൈറ്റ് ഗ്രൂപ്പിനിരുന്ന് സംസാരിക്കാൻ പറ്റുന്നതാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് തെറ്റ്. അങ്ങനെയല്ല. നിങ്ങൾക്കിതിനിടയിൽ കണ്ടുമുട്ടുന്ന ചില സമയത്ത് ചില മനുഷ്യന്മാരെ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് ഭയങ്കര ഹാപ്പിനെസ്സാണ്. ഓക്കെ. രണ്ട്, വെറുതെയെങ്കിലും ഒരു ചെറിയ സർക്കിളായിരിക്കും ഇവിടെ ഒരു താമസിക്കുന്ന സ്ഥലത്തിന് മുമ്പേ ആകാശം നോക്കാൻ പറ്റും. കാരണം ഇവിടുത്തെ ആകാശങ്ങളെല്ലാം മുറിക്കപ്പെട്ടവയാണ്. വൈഡ് സ്കൈ ഇല്ലല്ലോ. അല്ലെ, കമ്പാരിറ്റീവ് ടു ഗോഡ്സ് ഓൺ കൺട്രി. ഓക്കെ. ഐ നോ ദാറ്റ് കമ്പയറിംഗ്, ഐ എം നോട്ട് കമ്പയറിംഗ്. ഒരു ലിമിറ്റേഷനാണ് എനിക്ക് എൻ്റെ സ്ഥലത്തെ കാണാൻ. ആ ലിമിറ്റേഷനിൽ നിന്നുകൊണ്ട് തന്നെ എനിക്ക് ബ്യൂട്ടിഫുൾ ആയിട്ട് ഇമേജ് ചെയ്യാൻ പറ്റും. ആ ബ്യൂട്ടിഫുൾ സ്പേസ് ഞാൻ നല്ലൊരു വയലിലെത്തിരുന്നിട്ട് നന്നായി കാണുകയാണെന്നും എൻ്റെ മെമ്മറികളെക്കാൾ ഉപരി എൻ്റെ പ്രസൻറ്റ് മെമ്മറിയിൽ ഞാൻ ഭാഗ്യവാനാണെന്നും തോന്നുന്നത്. എങ്കിൽ എങ്ങനെ അതിനോട് ഫൈറ്റ് ചെയ്യുക എന്നുള്ളത്. ഒന്ന്, ഞാനിപ്പോൾ ഫ്രീഡം ഫൈറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന രീതി പറയാം. അപ്പോഴാണെങ്കിൽ അത് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഒന്ന്, ഇന്ന് എനിക്ക് രാവിലെ നല്ല ഫുഡ് കഴിക്കാൻ പറ്റി. ഇന്ന സമയത്ത് കറക്റ്റ് എനിക്ക് ഒരാളെന്നെ വിളിച്ചുണർത്തി. ഓക്കെ. ടയർഡാണെങ്കിൽ എനിക്ക് ഇന്ദുവിനെ നോക്കുമ്പോൾ കൃത്യമായ രീതിയിൽ സംസാരിക്കാൻ തോന്നുന്ന അത്രയും സ്മൈൽ ഇന്ദു എനിക്ക് തരുന്നുണ്ട്. ഓക്കെ. ചിലപ്പോൾ ഈ സ്റ്റുഡിയോയ്ക്ക് 4 വശം കുറേ പേര് എന്നെ നോക്കി ഇരിക്കുന്നുണ്ടാവും. അവരുടെ ഉള്ളിൽ ചിലപ്പോൾ ഒരു ഐസ്ബർഗ് ഇങ്ങനെ അലിയുന്നുണ്ടാവും. എനിക്കറിയില്ല, അലിയുന്നുണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റും. ഓക്കെ. 2, എനിക്കിപ്പോൾ ശ്വസിക്കാൻ പറ്റുന്നുണ്ട്. ഐ എം ബ്രീത്തിങ്. 3, ബിസ്മി ഫ്രം വി ക്യാൻ അറേഞ്ച് എവറിത്തിങ് ടു അസ്. ദിസ് ഗൈ അനദർ പേഴ്സൺ ഈസ് ഷൂട്ടിങ് അസ്. ഐ എം സോ ഹാപ്പി. നൗ ഐ എം ലീഡിങ് ദിസ് ഷോ. I feel very special now. So I feel so happy. Okay. So feel that എവിടെയെങ്കിലും ഒരു മിനിമം സ്ഥലം കിട്ടിയാൽ അവിടെ നമ്മളെ സെൽഫായിട്ട് ഗ്രേറ്റ്ഫുൾ ആണെന്ന് കരുതുക. അത് കരുതാൻ നമുക്ക് ആരുടെയും അനുവാദം വേണ്ടതില്ല. ഓക്കെ. നമുക്കാരുടെ ലിമിറ്റേഷൻ വേണ്ടതില്ല. ഞാൻ ധരിച്ചിരിക്കുന്ന ഡ്രസ്സ് എന്ന് പറയുന്നത് ഞാൻ അച്ചീവ് ചെയ്തതാണെന്നും അതെൻ്റെ ശരീരത്തിനോട് ഇണങ്ങുന്നതാണെന്നും
എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ ഈ ലോകത്തൊന്നിനും എന്നെ മാറ്റാൻ പറ്റില്ല. ഇങ്ങനെയാണ് ഹാപ്പിനെസ് സ്വയം അച്ചീവ് ചെയ്യേണ്ടത്. അതിന് ഞാൻ ഈ പറയുന്നത്ര ഈസി അല്ല. ഒരുപാട് പരാജയങ്ങളിലൂടെ, ഒരുപാട് ജീവിതാനുഭവങ്ങളിലൂടെ, ഒരുപാട് സങ്കടങ്ങളിലൂടെ ഒരു 40s എത്തുമ്പോഴേക്കും നമ്മൾ ഈ സാധനത്തിൻ്റെ ഒരു ഫസ്റ്റ് ലെവൽ അച്ചീവ് ചെയ്തിരിക്കും. അപ്പോൾ എക്സ്പീരിയൻസ് ഈസ് എ മേജർ ഫാക്ടർ ടു ഫൈറ്റ് ഫോർ ഹാപ്പിനെസ്. happiness. I hope I answer you. യെസ്. മാം പറഞ്ഞ ഒരു ജനറൽ ഇതിൽ നമ്മളുടെ ഹാപ്പിനെസ് ഇരിക്കുന്നത് നമ്മളിൽ തന്നെയാണ്. അപ്പോൾ ദെൻ വൈ ഒരു ജനറൽ ഒരു ഇതിലെടുക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മളെപ്പോഴും വൈ ഹാപ്പിനെസ് ഇസ് കണക്റ്റഡ് വിത്ത് എ മെറ്റീരിയലിസ്റ്റിക് ഗോൾ? Yeah, why? Because നമ്മളെ കുട്ടിക്കാലത്ത് തൊട്ട് തന്നെ പഠിപ്പിക്കുന്ന ഒരു കാര്യം ഉണ്ടാവും. ഓക്കെ, നമ്മളെന്ന് ഞാൻ പറയുന്നത് വെദർ ഇറ്റ് ഈസ് ഇന്ത്യ ഓർ ദുബായ്, വാട്ട് എവർ ഇറ്റ് ഈസ്, മനുഷ്യനാണ്. മനുഷ്യനെയാണ് ഞാൻ ഈ ഉദ്ദേശിക്കുന്നത്. മനുഷ്യനെ ഒരാളെ വളർത്തിക്കൊണ്ട് വരുന്ന സമയത്ത്, ആളെ വളർത്തിക്കൊണ്ട് വരുന്ന ലോകത്ത് എവിടെയാണെങ്കിലും ഒരു പാരന്റും ഉണ്ടാവും. അവിടെ ഒരു മദർ ഉണ്ടാവും, അവിടെ ഒരു ഫാദർ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ഗാർഡിയൻ ഉണ്ടാവും. അവർ വളർന്ന സാഹചര്യത്തിലും അതുപോലെ ഒരു ഇക്കോ സിസ്റ്റം ഉണ്ടാകും. ഒരു കുട്ടീനെ, ഇപ്പോഴാണ് എനിക്ക് കുറച്ചുകൂടി ഇൻട്രസ്റ്റഡ് ക്വസ്റ്റ്യൻ വന്നത്. നമ്മൾ ഒരു കുട്ടീനെ വളർത്തിക്കൊണ്ട് വരുന്ന സമയത്ത് ഞാൻ ആ കുട്ടിക്ക് കൊടുക്കുന്നത്, ഞാനെന്ന് പറയുന്ന മദർ എന്താണ് അയാൾക്ക് കൊടുക്കുന്നത് അതാണ് അയാൾ കാണുന്നത്. ഞാൻ കൊടുക്കുന്നത് എനിക്ക് കിട്ടിയതാണ്. ഐ മീൻ അച്ചീവബിൾ ഒബ്ജക്ട്സ് ആണ് ഞാൻ കൊടുക്കുന്നത്. എൻ്റെ മദർ എങ്ങനെയാണ് ഹാപ്പിനെസ് കണ്ടെത്തിയത് എന്ന് എനിക്കറിയാം. ഓക്കെ, ബട്ട് ഞാനത് എൻ്റെ കുട്ടികൾക്ക് കൊടുക്കാൻ നിന്നാൽ ഐ വിൽ ബി ഡെഫിനറ്റ്ലി എ ഫെയിലർ. ക്ലിയർ? സോ ഫാർ നമ്മൾ വളർത്തിക്കൊണ്ടുവരുന്ന സാഹചര്യങ്ങളിൽ നിന്ന് വ്യക്തമായും ഈ സാഹചര്യത്തിനനുസരിച്ചിട്ടാണ് നമ്മളൊരു സാധനത്തിന് എന്ത് ചെയ്യുന്നത്, മെറ്റീരിയലിസ്റ്റിക് ആണോ അല്ലയോ എന്നത്, ഭൗതികമാണോ ആത്മീയമാണോ എന്ന് നമ്മൾ ചിന്തിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ളൊരു ഡ്രസ്സ് ധരിക്കുന്നതാണ് എനിക്കിഷ്ടമെങ്കിൽ, ഇന്ദുവിൻ്റെ ഇഷ്ടം അതല്ലെങ്കിൽ, ഇന്ദുവിൻ്റെ കംഫർട്ടബിൾ യാണറിലാണ് നിൽക്കുന്നത് എങ്കിൽ, ഞാൻ ഒരിക്കലും ഇന്ദുവിനോട് ഡ്രസ്സ് ഒരു മെറ്റീരിയലിസ്റ്റിക് ഹാപ്പിനെസ് എന്ന് പറയാൻ പറ്റില്ല എനിക്ക്. ക്ലിയർ? എനിക്ക് നല്ലൊരു യാത്ര, ഒരു വേൾഡ് ടൂർ എനിക്ക് ഹാപ്പിനെസ് തരുന്നതെങ്കിൽ ആ ടൂൾ മെറ്റീരിയലിസ്റ്റിക് ടൂൾ തന്നെയാണ്. ബിക്കോസ് ആ വ്യക്തിക്ക് ആ യാത്ര കൊണ്ടാണ് സന്തോഷം കിട്ടുന്നുണ്ടെങ്കിൽ അയാൾ ഡെഫിനറ്റായിട്ടും പോയിരിക്കണം. ഓക്കെ, ചിലരെങ്കിലും drinking or smoking, be with the mates, and so many things are there for so many people. That's what I'm telling you. There is no definition for these things. എന്തുകൊണ്ട് നിനക്ക് ഹാപ്പിനെസ് ഇങ്ങനെ എടുത്തുകൂടാ? നീ വന്നു എൻ്റെ സ്റ്റുഡിയോയിലേക്ക് വന്നു, നീ കുറച്ച് സമയം മെഡിറ്റേറ്റ് ചെയ്തോ, നീ യോഗ ചെയ്തോ, നീ കളരി ചെയ്തോ? നോ, ഇറ്റ്സ് നോട്ട് വർക്കിംഗ്. ഇറ്റ്സ് വിൽ നെവർ വർക്ക്. മെഡിറ്റേറ്റ് ചെയ്യണമെങ്കിൽ ഒരു ആൾക്ക് ആദ്യം അയാളുടെ ഇന്നറിലെ കുറച്ച് മൈൻഡ് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആകണം. ഞാനിപ്പോൾ എൻ്റെ സീറോ സ്പേസിൽ എന്തൊക്കെ സ്പേസ് കൊടുത്താലും ഇന്ദു വരുമ്പം ഇന്ദു വളരെ ടെൻസ്ഡ് ആയിട്ടും ഉള്ള ഒരു യാത്ര കഴിഞ്ഞാൽ വരുന്നുണ്ടെങ്കിൽ ഐ നെവർ ഫീൽ ദാറ്റ് ഓക്കെ ഇന്ദു കം, വി ക്യാൻ ഗോ ഫോർ യോഗ, വി ക്യാൻ ഗോ ഫോർ മൈൻഡ്ഫുൾനെസ്, വാട്ടർ തെറപ്പി, മഡ് തെറപ്പി. നോ, ഫസ്റ്റ് യു വാണ്ട്, യു നീഡ് ഇറ്റ് ഓർ നോട്ട്, ഡിസൈഡ് യുവർ സെൽഫ്. വാട്ട് ഈസ് യുവർ ഗോൾ? യുവർ ഗോൾ ഈസ് ടു ലിവ് ഫോർ അതേഴ്സ് ഓർ ലിവ് ഫോർ യു. ഫസ്റ്റ് ഇമ്പാക്റ്റ്. ഇന്ദു പറയാം, എനിക്ക് ഞാൻ അതേഴ്സിന് വേണ്ടി ജീവിച്ചാലല്ലേ എനിക്ക് ഹാപ്പിനെസ് കിട്ടുള്ളൂ എന്ന് ഇന്ദു പറഞ്ഞാൽ ഡെഫിനറ്റായിട്ടും ഫസ്റ്റ് പ്രയോറിറ്റി ടു അതേഴ്സ്. കാരണം അത് ഡിസൈൻ ചെയ്യുന്നത് ഇന്ദുവിൻ്റെ ഹാപ്പിനെസ് ആണ്. 2, നോ, ഞാനുണ്ടെങ്കിലേ എനിക്ക് ചുറ്റുമുള്ളവരെ എനിക്ക് സന്തോഷപ്പെടുത്താൻ പറ്റുള്ളൂ എന്നും, ഞാൻ ആദ്യം ഹാപ്പി ആകണമെന്നും, അതിന് ഞാൻ എന്നെ തിരിച്ചറിയണമെന്നും മനസ്സിലാക്കുകയാണെങ്കിൽ ആദ്യം ചെയ്യാനുള്ള കാര്യമാണ് സെൽഫ് എസ്റ്റിമേറ്റ് ചെയ്യുക. അത് അനലൈസ് ചെയ്യുക, സെൽഫ് അനാലിസിസ്. ഓക്കെ, ഹു ആം ഐ? അപ്പോൾ ഞാൻ ഒരുപാട് പേര് കണ്ടിട്ടുള്ളതിൽ ഞാൻ ഫെയിലിയർ ആയിട്ടുള്ളത്, ഹാപ്പിനെസ് എനിക്കൊരിക്കലും, ഹാപ്പിനെസ് ഈസ് നോട്ട് എൻ ഇഞ്ചക്ഷൻ. ഓക്കെ, ഇറ്റ് ഇസ് നോട്ട് എ പോയ്സൺ, ഇറ്റ് ഈസ് നോട്ട് എ മെഡിസിൻ, ഇറ്റ് ഈസ് എ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ടു ആക്സെപ്റ്റ് എവറിത്തിങ് ആസ് ഫ്രീ ആസ് ആൻഡ് ടു അണ്ടർസ്റ്റാൻഡ് എ പേഴ്സൺ ആസ് ഇറ്റ് ഈസ് വിത്തൗട്ട് നോ ജഡ്ജ്മെൻറ്റ്. ഇനി ഈ പോഡ്കാസ്റ്റിൽ എന്നെ കേൾക്കുന്നവർ എന്നെക്കുറിച്ച് എന്ത് ജഡ്ജ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ കംഫർട്ടബിളായിട്ട് ഇത് സംസാരിക്കില്ല. ഓക്കെ, സോ എൻ്റെ ഡിസിഷൻ ഇസ് മൈ ഓൺ പേഴ്സണൽ പെർസ്പെക്റ്റീവ്. ഓക്കെ, ഇറ്റ്സ് മൈ ഓൺ സപ്പോർട്ട് സർവീസ്. ഓക്കെ, ഇസ് റൈറ്റ് ഓർ റോങ് ഇസ് അപ്പ് ടു യു പീപ്പിൾ. ഓക്കെ, ബട്ട് അപ്പ് ടു മൈ കേസ് ഇറ്റ്സ് എക്സ്ട്രീംലി റൈറ്റ്. ഓക്കെ, സോ ഐ ക്യാൻ സ്പീക്ക് ടു ഫോർ ദ ഗുഡ് ആൻഡ് വെൽനെസ് ഓഫ് അതേഴ്സ്. നാ ക്ലിയർ? ഇൻ ദാറ്റ് സെൻസ് you can decide first who you are, what you are, why you are, how you will become. At the end of zero, who are you in this world?
Okay. Then what you are? I'm a person who is depending so many people. Okay. I want to be happy and I'm a hope coach too. ഓക്കെ. I want to be harmonious. Okay. Then so many people are waiting for me. There is a goal of my life. So I fix it like that. Clear? യെസ്. Why? Why you? Because I'm great. I'm lovable. I'm kind. I'm good. So many bullying is there. So many people are rejecting me. So many people are using maybe bad words on me. So many people are protesting against me. I never mind on it. I mean, Selena, you are very amazing. Clear? You are unique. Indu, you are unique. ഇത് ഇന്ദുവിന് തോന്നിയില്ലേ പിന്നെ ആൾക്കാർക്ക് തോന്നേണ്ട കാര്യമുണ്ടോ? ഓക്കെ. മാം അവിടെ പറയുന്നത് തുടങ്ങും ഞാൻ എന്നെ happiness. വാല്യൂ ചെയ്യുമ്പോഴാണ് Of ഐ ക്യാൻ ഗോ ബിഹൈൻഡ് മൈ ഹാപ്പിനെസ് of course. എന്നുള്ളതാണ്. അപ്പോൾ മാം എന്തുകൊണ്ടാണ് നമ്മളുടെ ഹ്യൂമൻ ടെൻഡൻസി ടു കണക്ട് മണി ടു ഹാപ്പിനെസ്? നമ്മളെപ്പോഴും കേൾക്കുമല്ലോ പൈസ ഉള്ളവർക്ക് സന്തോഷം കിട്ടാൻ, പൈസ ഉണ്ടെങ്കിൽ നമുക്ക് അതെല്ലാം നേടാൻ പറ്റും എന്നുള്ളൊരു കമ്പാരിസൺ അല്ലെങ്കിൽ ആ ഒരു മിക്സർ ഒരു കോമൺ നമ്മളുടെ ജനറേഷനിൽ അല്ലെങ്കിൽ നമ്മുടെ മനുഷ്യരുടെ ഇടയിലുണ്ട്. എന്തുകൊണ്ട് അതങ്ങനെ വരുന്നു? അതായത് മണി ഒരു ഫാക്ടർ തന്നെയാണ്, ഇല്ലാന്ന് പറയാൻ കഴിയില്ല. ഓക്കെ. ഇതിനകത്തൊരു വിഷയം പൈസ ഉണ്ടെങ്കിൽ അപ്പോൾ സന്തോഷം കിട്ടും ഇല്ല, എന്ന അങ്ങനെ ഒരു നിർബന്ധമുണ്ടോ? അർത്ഥമില്ല. മണി ഈസ് എ ഫാക്ടർ ഇൻ എ ജനറൽ ടേംസ്. ഓക്കെ. ഓക്കെ. Even see, for example, okay, I came here to meet you because I can pay the ticket. Okay, money for a need. Money for a need. What is a need? That define the importance of money. Clear? ഓക്കെ. Okay. I want to go in this way. എനിക്ക് ഇങ്ങനെ ഒരു മീഡിയത്തിൽ എനിക്ക് ഞാനൊരു കാറിൽ എടുക്കും, ഞാൻ ഫ്ലൈറ്റ് എടുക്കുന്നു, ഞാൻ ഇന്ന സ്ഥലത്തേക്ക് പോകുന്നു. എൻ്റെ നീഡ് അവിടെ എത്തപ്പെടുന്നത് ഇത്ര ടൈം ആണെങ്കിൽ എനിക്ക് സ്പീഡിൽ പോകണമെങ്കിൽ ഐ വിൽ ഗോ ബൈ ഫ്ലൈറ്റ്. ഓക്കെ. എനിക്ക് സ്ലോയിൽ പോകണമെങ്കിൽ ഐ ഗോ ബൈ ട്രെയിൻ. എൻ്റെ നീഡിനെ ബേസ് ചെയ്തിട്ടാണ് എൻ്റെ മണിയുടെ ആവശ്യമുള്ളത്. ഓക്കെ. കുറേ മനുഷ്യർക്ക് ഒരുപാട് നീഡുണ്ട് പാ. സോ പൈസയും ഒരുപാട് വേണം. ഓക്കെ. നമ്മുടെ നീഡ് അനാലിസിസ് എന്താണോ, നീ ലോകത്തിൽ ജീവിക്കുന്നത് എന്തിനാണ് എന്ന് ഞാൻ എന്നോട് ചോദിച്ചാൽ മനസമാധാനമായിട്ട് എനിക്കൊന്ന് മരിക്കാനാണെന്ന് പറയുകയാണെങ്കിൽ എൻ്റെ നീഡ് പീസ് ഓഫ് ഡെത്ത് ആണെങ്കിൽ, പീസ് ഓഫ് ലിവിങ് ആണെങ്കിൽ, അപ്പോൾ പീസ് ഓഫ് ഡെത്തിന് തൊട്ടുമ്പോൾ പീസ് ഓഫ് ലിവിങ് ആണ് വരിക. അങ്ങനെ സമാധാനമായിട്ട് ആരോടും ചോദിക്കാതെ ജീവിക്കാൻ എനിക്ക് കുറച്ച് പൈസ വേണമെങ്കിൽ, ആ പൈസ അച്ചീവ് ചെയ്യേണ്ട രീതി ഞാൻ കണ്ടെത്തണമെങ്കിൽ അവിടെ മണി ഈസ് ഇമ്പോർട്ടൻറ്റ്. ഇനി ഞാൻ ഒരാൾക്ക് എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടി, ഈ ലോകത്ത് എന്തെങ്കിലുമൊക്കെ ഭീകരത്വം കാണിച്ച് എനിക്ക് കുറച്ച് പവർ ആൻഡ് അതോറിറ്റി കിട്ടി, അത് ആൾക്കാരെ കാണിക്കാനാണെങ്കിൽ ആ നീഡ് എന്നെ അനദർ വേ ഇസ് അപ് ടു ദ പേഴ്സൺ. So far, money is important for better living. That better living and best living and more best living is decided by a person to person based on. ഒരു കോൺട്രാസ്റ്റ് ക്വസ്റ്റ്യൻ വരുവാണ് മാം അവിടെ. ഇപ്പോൾ പൈസ ഉണ്ടെങ്കിൽ ഒരു നീഡ് ഫാക്ടർ ആയിട്ട് വരുന്ന ഒരു ഹാപ്പിനെസ് ക്വസ്റ്റ്യൻ ഉണ്ടെന്ന് പറയുന്നു. എങ്കിൽ പൈസ ഉള്ളവർക്ക് എന്തുകൊണ്ട് എപ്പോഴും ഹാപ്പിനെസ് ഇല്ല എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ See ആണ്. this one. പൈസ എന്ന് പറയുന്നതിന് ഏതൊക്കെ അർത്ഥത്തിൽ എല്ലാത്തോടു കൂടി നിങ്ങൾക്ക് കിട്ടില്ല. ഓക്കെ. ഓക്കെ. എനിക്ക് വിശന്നിരിക്കുകയാണെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഫുഡ് കഴിച്ചാൽ മതിയെങ്കിൽ എനിക്ക് കുറച്ച് പൈസ ഉണ്ടെങ്കിലും എനിക്ക് നിയർ ബൈ ഒരു ഹോട്ടലിൽ പോയിട്ട് എനിക്ക് ക്യാൻ ടേക്ക് ഫുഡ് ആൻഡ് എൻ്റെ വയറ് വീർത്തു. ഓക്കെ. എന്നാൽ അങ്ങനെയല്ല, എനിക്ക് ഇന്ന ഹോട്ടലിൽ പോയിട്ട് ഇന്ന ഭക്ഷണം കഴിക്കണം, എനിക്ക് അധികം വിശപ്പൊന്നുമില്ല, ഇവിടെ എനിക്ക് എന്താ എൻ്റെ നീഡല്ല എൻ്റെ വിഷാണെങ്കിൽ നിങ്ങളുടെ ഗ്രാഫ് അവിടുന്ന് വേറെ മറ്റൊരു തരത്തിലേക്ക് പോകുന്നു. ഹങ്കർ അല്ല, വിഷാണ്. വിഷ് ടു ബി വിത്ത് ദാറ്റ്. ഈ അർത്ഥത്തിലാണ് അതിനെ ഡിഫൈൻ ചെയ്യേണ്ടത്. എനിക്ക് തോന്നുന്നു നമ്മൾ ഡൈവേർട്ട് ചെയ്യുന്നതിൽ മണി ഈസ് എ ഫാക്ടർ ഫോർ ലിവിങ്, മണി ഈസ് എ ഫാക്ടർ ഫോർ ബെറ്റർ ലിവിങ്, മണി ഈസ് എ മാറ്റർ ഫോർ ബെസ്റ്റ് ലിവിങ്. ബട്ട് ഓൺ വൺ പോയിന്റ് ഐ ഹാവ് ടു ആഡ്, ഡിസൈഡഡ് ബൈ ദ നീഡ്. ക്ലിയർ? ഹൗ ഐ ഹാവ് ടു ലിവ്. ഓക്കെ. ഇത് ഓരോ മനുഷ്യനും സങ്കടത്തിൽ ഒരുപാട് ഐ കെയിം അപ്പ് ഫ്രം വെരി ടഫ് മോൾഡ് അപ്പ് ഫാമിലി. ഇൻ ദ സെൻസ് ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഐ വിൽ ബി ഫൈറ്റിംഗ് ഫോർ മണി അല്ല, ഐ വിൽ ബി നെവർ ഫൈറ്റ് ഫോർ ദാറ്റ് സ്ട്രഗിൾ. ക്ലിയർ? ദെൻ ഐ വിൽ ഫൈറ്റ് ഫോർ വാട്ട്? ദ പീസ് ഓഫ് മൈൻഡ്, പീസ് ഓഫ് തിങ്സ് ആൻഡ് ഓൾ. ഇതുപോലെ ഒരു കുട്ടീനെ നമ്മൾ വളർത്തിക്കൊണ്ട് വരുന്നതിൽ ആ കുട്ടിയോട് നമ്മൾ എന്തോ ഞാനോ പറയുകയാണ്, സി പൈസ വേണം ജീവിക്കാനായിട്ട്. ഞങ്ങൾ കുട്ടികളോട് സംസാരിക്കുന്ന ആൾക്കാരാണ്. ഞാൻ മെയിൻ ഏരിയ ഈസ് വിത്ത് ചിൽഡ്രൻ. അപ്പോൾ ചോദിക്കും, നിനക്ക് എന്തിനാണ് ഇത്രയും വാട്ട് യു വാണ്ട് ടു ബിക്കം? ഐ വോണ്ട് ടു ബിക്കം എ ബിസിനസ് മാൻ ഓർ ബിസിനസ് വുമൺ. വൈ ബിസിനസ്? ഐ നീഡ് മോർ മണി. In the business there is no, money is a first factor of course in separate ethics, but see ബിസിനസ്സിൽ ആദ്യം ഒരാൾക്ക് വേണ്ടുന്നത് സത്യസന്ധതയാണ്. രണ്ടാമത് വേണ്ടത് നിർഭയത്വമാണ്. ഭയമില്ലാതെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ട അഡ്വഞ്ചറസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇതെനിക്ക് ചെയ്യുമെന്ന ഭയമില്ലായ്മയാണ്. മൂന്നാമതാണ് മണി ഫാക്ടർ വരുന്നുള്ളൂ അല്ലെങ്കിൽ ഐഡിയ ഫാക്ടർ വരുന്നുള്ളൂ. ആദ്യത്തെ രണ്ട് ഫാക്ടർ പേഴ്സണാലിറ്റിയാണ്. മൂന്നാമത്തെ ഫാക്ടർ ഒബ്ജക്റ്റീവ് അബ്സ്ട്രാക്റ്റ് ആണ്. ഇത്തരത്തിലാണ് എന്തോ ഇതിനെ ഡിസൈൻ ചെയ്യുന്നതെന്നാണ് എനിക്കൊരു ചെറിയ അറിവിൽ ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി എൻ്റെ പെർസ്പെക്റ്റീവിൽ പണ്ട് കാലത്ത് എന്തോ എന്നോട് ഈ ചോദ്യം ചോദിച്ചാൽ ഞാൻ പറയുമായിരുന്നു, എന്തോ പൈസ ഒന്നും വേണ്ട ബിസിനസ്സിന്. ഓക്കെ. ഞാൻ നില തുടങ്ങുമ്പോൾ
എനിക്ക് പൈസയൊന്നും ഇല്ലായിരുന്നു. ഉം. ഞാൻ എൻ്റെ ഗുഡ് വില്ലിൽ തുടങ്ങിയതാണ്. സീ വൺ തിങ്, ഉം. ഐ സഫർ എ ലോട്ട്. Okay. Because then why I change it, my experience makes it that if you have some money, you can do some more better things. Okay, for that, to develop that business and for living to അതാണ് ഞാൻ പറഞ്ഞത്. There is a object. കാലഘട്ടത്തിനനുസരിച്ച് നമ്മുടെ No, no, ഒബ്ജക്റ്റീവ് there's an മാറും. object. ആ. Okay, അത് നമ്മൾ ഇപ്പൊ ഇരിക്കുന്ന ഞാനായിരിക്കില്ല നാളെ. My Okay. dear Indu, ആ. we couldn't get any other podcast like this of peace of mind. Maybe I don't എനിക്കത് ഗ്യാരണ്ടി ചെയ്യാൻ പറ്റില്ല. എനിക്ക് റിയലിസ്റ്റിക് ആയിട്ട് പറയാൻ പറ്റും, ഞാനും നിങ്ങളും ചേർന്ന ഒരു മനുഷ്യൻ ഓരോ മിനിറ്റ് കൊണ്ടും മാറിക്കൊണ്ടേയിരിക്കും. അയാൾ സ്പിരിച്വൽ ആണെങ്കിലാണ്, അയാളെ മനസ്സിലാക്കുമ്പോഴാണ് ആ മാറ്റം അയാൾക്ക് അഫക്റ്റ് ചെയ്യാതെ ഹാപ്പിനെസ് കിട്ടുന്നത് എന്ന് പറയാൻ പറ്റും. Okay. ലോകം മാറിയാലും നമ്മൾ മാറില്ല, നമുക്ക് നമ്മളെ മനസ്സിലായാൽ. This podcast is powered by Arun Ice Creams.